ഒഫീഷ്യലി ഒരു കാര്യം പറയട്ടെ. ഇപ്പോ ഗ്ലോബൽ വില്ലേജിൽ ഒരു കോൺസേർട്ടിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ക്രൗഡ് ഏതാണെന്ന് അറിയാമോ? ഇതാണ്. Let me welcome on stage the singer and the presenter of Jam with Hit, Nime. Let's welcome Nime, everybody. Now, she takes you to sleep every day. Hit on request the presenter Gudiyaya, Donna. All right, let me start from the morning. Ladies and gentlemen, please put your hands together and welcome John. Now, the handsome Arfas. Ladies and gentlemen, she's an actress and she is the big Breakfast Club presenter, Naila. Now, all of you, put your hands together and welcome from Life with Hit. She is none other than Maya. And I present the show with someone who is also a Guinness Book of World Records holder, none other than Sindhu. And everybody, please give it up for Method. Thank you. But ഇവിടുന്ന് വിളിച്ച അവിടെ കേൾക്കണം. റെഡിയാണോ? ആണോ? നിവിൻ 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 നിവിൻ. Okay, once more. Let me try from that side. Yeah, from this side, only this side. Nivin. Okay, when I say Nivin, you say Polly. Okay? Nivin. Nivin. Polly. That's right. സിനിമ എന്ന സ്വപ്നം മനസ്സിൽ താലോലിച്ചു നടന്ന ആലുവാപ്പുഴയുടെ തീരത്തെ ഒരു കൂട്ടം സുഹൃത്തുക്കളിൽ അഭിനയം ഒരു ആവേശമായി കൊണ്ടു നടന്ന ഒരു പയ്യൻ. മമ്മൂക്കയുടെ സിനിമകൾ റിലീസിന്റെ അന്ന് ഒരാഘോഷമായി കൊണ്ടാടുന്ന ഫാൻസ് അസോസിയേഷൻ മെമ്പറായിരിക്കുമ്പോഴും അങ്കമാലി ഫിസാറ്റിൽ ബിടെക്കിന് പഠിക്കുമ്പോഴും പിന്നീട് ബാംഗ്ലൂരിൽ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുമ്പോഴുമെല്ലാം സിനിമ മാത്രമായിരുന്നു നിവിൻ എന്ന ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ. 2010 വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകന്റെ ഉദയം. ആ ഉദയത്തിനൊപ്പം നിവിൻ എന്ന ആലുവക്കാരനും കിട്ടി ഒരു തുടക്കം. മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലെ പ്രകാശൻ എന്ന കരുത്തുറ്റ കഥാപാത്രത്തെ അവതരിപ്പിച്ച പയ്യനെ നോക്കി മലയാളികൾ ഒന്നടങ്കം പറഞ്ഞു, പയ്യൻ കൊള്ളാമെന്ന്. തുടർന്ന് മെട്രോ, സെവൻസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെയെല്ലാം ഈ നടൻ നിറഞ്ഞു നിന്നുവെങ്കിലും കാലം കാത്തുവെച്ചത് അപ്പോഴും ഒരൽപ്പം മറയത്ത് തന്നെയായിരുന്നു. വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകനും സുഹൃത്തും തന്നെ വേണ്ടിവന്നു നിവിനിലെ നടനെ കൈപ്പിടിച്ചുയർത്താൻ. തട്ടത്തിൻ മറയത്ത് 2012 പുറത്തിറങ്ങിയ ഈ ചിത്രം നിവിനെ മലയാളത്തിന്റെ പുതിയ പ്രണയനായകനും കാമുകനുമെല്ലാമാക്കി മാറ്റി. നിവിന്റെ തന്നെ സിനിമയിലെ ഡയലോഗ് കടമെടുത്തു പറഞ്ഞാൽ, മുമ്പ് പലതവണ താടി വെച്ച നടന്മാരെയും താടി വടിച്ച നടന്മാരെയും മലയാളി പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിലും താടി ഒരു സംഭവമായി തോന്നിയത് നിവിനിലൂടെയായിരുന്നു. 2013 എന്ന വർഷം മുതൽ നിവിൻ എന്ന നടന്റെ നേരം തുടങ്ങുകയായി. താൻ വളർന്നതിനൊപ്പം തന്നോടൊപ്പം സിനിമ സ്വപ്നം കണ്ടു നടന്ന ഉറ്റ സുഹൃത്തുക്കളെയും ഈ നടൻ മറന്നില്ല. ആ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ നേരം എന്ന ചിത്രം മലയാളത്തിനൊപ്പം തമിഴിലും ഈ നടനെ പ്രിയങ്കരനാക്കി മാറ്റി. പിന്നീട് 1983, ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്, വടക്കൻ സെൽഫി, മെലി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നിവിൻ മലയാളത്തിന്റെ യങ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു. സൂപ്പർ സ്റ്റാർ പദവിക്കൊപ്പം ഈ നടനിലെ കഴിവിനെ അംഗീകരിച്ച് പുരസ്കാരങ്ങളും തേടിയെത്തി. 2014 മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ഒപ്പം ഫിലിം ഫെയർ, സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ് തുടങ്ങിയ പുരസ്കാരങ്ങളും നിവിന് ലഭിച്ചു. 2015 പുറത്തിറങ്ങിയ പ്രേമം എന്ന ചിത്രം നിവിന്റെ കരിയർ ഗ്രാഫ് വീണ്ടും ഉയർത്തി. തമിഴ്നാട്ടിൽ 250-ലധികം ദിവസം ഒരു മലയാള ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന റെക്കോർഡും പ്രേമത്തോടൊപ്പം നിവിനും കൂട്ടരും സ്വന്തമാക്കി. വിശേഷണങ്ങൾ പിന്നെയും ബാക്കിയാണ് ഈ നടൻ. തനിക്കെതിരെ വരുന്ന വിമർശനങ്ങളെ വിജയ ചിത്രങ്ങൾ കൊണ്ട് മറുപടി പറയുന്ന ഒരു മിതഭാഷി. തന്നോടൊപ്പം തന്റെ സുഹൃത്തുക്കളെയും സിനിമാ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ സിനിമാക്കാരന്റെ ജാടകളില്ലാത്ത ഒരു നല്ല സുഹൃത്ത്. അഭിനയത്തോടൊപ്പം നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാൻ നിർമ്മാതാവിന്റെ മേലങ്കി അണിഞ്ഞ ഒരു നല്ല സിനിമാസ്വാദകൻ. ഇതിനെല്ലാം പുറമെ
CCL-ലും ISL-ലുമെല്ലാം തന്റെ സാന്നിധ്യം ഉറപ്പാക്കിയ ഒരു നല്ല സ്പോർട്സ്മാൻ നിവിൻ പോളി. മലയാളത്തിലും തമിഴിലുമെല്ലാമായി വരുന്ന ഒരു പിടി വലിയ പ്രോജക്റ്റുകൾക്ക് മുന്നിലും പിന്നിലുമെല്ലാം നിഷ്കളങ്കമായ ആ ചിരിയുമായി നിൽക്കുന്ന ഈ നടനെ നോക്കി മലയാളിക്ക് അഭിമാനിക്കാം. ഇവൻ നമ്മളിലൂടെ വളർന്ന നമ്മുടെ സ്വന്തം പയ്യൻ നിവിൻ പോളി. സ്വാഗതം ചെയ്യാം നിറഞ്ഞ കയ്യടികളോടെ ഗ്ലോബൽ വില്ലേജിന്റെ ഈ വർണ്ണവേദിയിലേക്ക് നിവിൻ പോളി. Thanks for the music. Once again, music on. Once again. നിവിൻ സംസാരിക്കണ കേൾക്കണോ? വേണോ? വേണ്ട നിവിൻ, വേണ്ട, കുഴപ്പമില്ല, വേണ്ട. വേണോ? Let's hear it. All yours, നിവിൻ. അതിന്റെ കാര്യം ചോദിക്കാം. ഇതിലും മികച്ചൊരു ഇൻട്രോ എനിക്കിന് കിട്ടാനില്ല. എന്താണ് പറയുക, നിങ്ങളുടെ ഈ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി. എന്താണ് പറയുക, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്രൗഡിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് പരിപാടികൾ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇത് വേറെ ലെവലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലോബൽ വില്ലേജിൽ വരുന്നത്. ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ കയറണം എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിന് പല പ്രാവശ്യം മുമ്പിൽ കൂടെ പോയിട്ടുണ്ട്, എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ, എന്താണ് അത്? എന്താ പറഞ്ഞു വിട്ടുപോയി. അപ്പോൾ ഈ പ്രാവശ്യം ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു ഗസ്റ്റായിട്ട് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട്. ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ദുബായിലായിരുന്നു. ഒരുപാട് നല്ല ഓർമ്മകൾ പങ്കുവച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞത്. ഞങ്ങളതിൻ്റെ ഷൂട്ടിംഗ് ഒരുപാട് സ്ഥലത്ത് ചെയ്തിരുന്നു. ഇപ്പം ദുബായിലുണ്ടായിരുന്നു, ഷാർജയിലുണ്ടായിരുന്നു, അജ്മാനിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം സഹായിച്ചത് ഇവിടുത്തെ പ്രവാസികളായിട്ടുള്ള മലയാളികളാണ്. അതിന് ഒരുപാട് നന്ദി. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറയുകയാണ്, വളരെ വലിയ സഹകരണം ഒരുപാട് മലയാളി ഫാമിലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പറഞ്ഞു തീരട്ടടാ. അപ്പോൾ പിന്നെ ഫ്ലോ കളഞ്ഞ് അങ്ങനെ എന്താണ് പറയുക, ഞങ്ങൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ പല ലേബർ ക്യാമ്പിൽ പോയിരുന്നു. ലേബർ ക്യാമ്പിൽ ഷൂട്ടുണ്ടായിരുന്നു. പല രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വളരെ വലിയൊരു മലയാളി സമൂഹം നമുക്ക് ഇവിടെയുണ്ട്. അവരെല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും, ഈ ദുബായിൽ നിന്ന് ജീവിക്കുന്ന എല്ലാവരും അവരവരുടെ വീടുകളും അച്ഛനമ്മമാരെയൊക്കെ വിട്ട് ജീവിക്കാൻ വേണ്ടിയും അവരുടെ സ്വപ്നങ്ങളെയും പിന്തുടർന്ന് വന്നിട്ടുള്ളവരാണ്. എന്താണ് പറയുക, ഞാൻ ഷൂട്ടിങ്ങിന് ഒരു 10 ദിവസമൊക്കെ ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് എനിക്ക് തിരിച്ച് വീട്ടിൽ വരാൻ തോന്നും, വീട്ടിൽ വന്നിട്ട് എൻ്റെ ഫാമിലീനെ കാണാൻ തോന്നും. പക്ഷെ നിങ്ങൾ മാസങ്ങളോളം വർഷങ്ങളോളം വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഈ ജേക്കബിൻ്റെ സിനിമയിൽ പറഞ്ഞതുപോലെ പണിയെടുക്കുന്നവൻ്റെ പടച്ചോനാണ് ദുബായ്. ഈ ദുബായ് നിങ്ങളൊരിക്കലും കൈവിടില്ല. എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും വിഷസ് അറിയിക്കുകയാണ്. താങ്ക് യു വൺസ് അഗൈൻ. പിന്നെ തൊപ്പിയെടുക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഞാനൊരു സഖാവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു. അതിന് വേണ്ടിയിട്ട് പല ഏജസ് അതിൻ്റെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രായമായിട്ടുള്ള ഒരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മുടി ഞാൻ ഷേവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ബോറായത് കൊണ്ടും അത് കണ്ടാൽ നിങ്ങളൊക്കെ ഓടിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടുമാണ് ഞാനത് ഊരാത്തത് കേട്ടോ. അല്ല, അത് മാത്രമല്ല, അത്
അവരുടെ സിനിമയിൽ തന്നെ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, ആ ലുക്ക് കാണുക എന്നുള്ളതുകൊണ്ടാണ് അത് വച്ചേക്കുന്നത്. തൽക്കാലത്തേക്ക് ഇപ്പൊ അത് ഊരി കാണാൻ നിർവാഹമില്ല. പക്ഷേ നമ്മളെല്ലാവരും അറിയിച്ചു കൊടുക്കേണ്ട 2 കാര്യങ്ങളുണ്ട് നിവിന്റെ അടുത്ത്. ഒന്ന്, നിവിൻ, ഇത് എന്ന് പറഞ്ഞാൽ 77ലേറെ രാജ്യങ്ങളുടെ സ്റ്റാളുകളാണ്. ഇതിൽ 145 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ആ 145 ആൾക്കാർ, രാജ്യത്തിലധികം ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളതിൽ നിന്നും നമ്മുടെ ചെറിയ സംസ്ഥാനമായ കേരളം, ആ കേരളത്തെ റെപ്രസെന്റ് ചെയ്താണ് ഏറ്റവും വലിയ ക്രൗഡ് ഇന്ന് നിവിനെ കാണാൻ എത്തിയിട്ടുള്ളത്. താങ്ക് യു. നിങ്ങളുടെ ഈ സ്നേഹവും എപ്പോഴും കൂടെ ഉണ്ടാവണം. എനിക്ക് വേറൊന്നും എൻ്റെ കൂടെ ഇല്ല. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും നിങ്ങൾ പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ചിലവർ ഇഷ്ടപ്പെടുന്നു പറയാറുണ്ട്, ചിലർ വളരെ മോശമാണെന്ന് പറയാറുണ്ട്. എന്നാലും നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവുക. എല്ലാത്തിനും നന്ദി. ഇന്നിവിടെ വന്നതിൽ ഒരുപാട് നന്ദി. ഇന്നൊരു വെള്ളിയാഴ്ചയായിട്ട് ഫാമിലിയുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ്. ഫാമിലിയുടെ കൂടെയും അല്ലാതെയായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. അടുത്തൊരു ഒരു ചോദ്യം കൂടി ചോദിക്കണ്ടേ? നമുക്കൊരു ഡയലോഗ് പറയിക്കണ്ടേ നിവിനെ കൊണ്ട്? ഏത് ഡയലോഗ് വേണം? ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഡയലോഗ് കിട്ടുമോ? എല്ലാരും ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ലെന്നാണ് പറയണേ. എന്റെ ദൈവമേ, നിവിനെ ഇപ്പോഴും അത് തന്നെ. 5-6 വർഷമായി. ഈ കൂട്ടത്തിൽ ആരെങ്കിലും വേണം നോക്കി പറയാൻ വേണേലും അപ്പൊ എല്ലാവരും ഒരുമിച്ച് നോക്കി പറയേണ്ടി വരും. ഏതാണ്? സ്റ്റോപ്പ് പറയാൻ പോവാ. പറഞ്ഞോട്ടെ. ഓളാ തട്ടോട്ട് കഴിഞ്ഞ എൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. തട്ടത്തിനകത്തുള്ള ഓളുടെ മുഖം മാത്രം. താങ്ക് യു. അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ? അലസമാം നിൻ കൂന്തൽ ചുരുളുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലുന്നുണ്ടോ? മഴയിൽ മാറിൽ ചേരും കണം പോലെ എന്നും ഞാൻ തട്ടത്തിൻ മറയത്തെ പെണ്ണെ. Can I see some claps? ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവും അണയും. ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടും ആശകൾ കാണുവാൻ മോഹമായി. ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവും അണയും. ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടും ആശകൾ കാണുവാൻ മോഹമായി. പൂവിൻ്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോൽ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമെന്നെന്നും നീ അറിയൂ ആയിഷ. മുത്തുച്ചെപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി പാറി എന്നും എൻ്റെ കനവുകളിൽ വരവായി നീ. Once more. വരവായി നീ. നെക്സ്റ്റ് സോങ് ദുബായിൽ തന്നെ നടന്നൊരു കഥ സിനിമയാക്കിയതാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം. ഇഷ്ടമാണോ സിനിമ?
മണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. നിഖിലൊരു സാധനം വായിക്കും. ഏത് പാട്ടാന്നറിയോ? ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നു പൂമണം വീശും നേരത്ത് പൂമരക്കൊമ്പിൻ ചാരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ് പറയാതെ പള്ളിയിൽ വച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ പറയാതെ പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ ആദ്യമായി ഉള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ലേ നേരം എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? തട്ടത്തിൻ മരത്തിന് ശേഷം തട്ടത്തിൻ മരത്തിലും ശേഷം ഞാൻ നിവിനേട്ടന് ആദ്യമായിട്ട് നിവിനേട്ടന് വേണ്ടി പാടിയ പാട്ട് നേരത്തിലെയാണ്. അപ്പം വാതിൽ മെല്ലെ എന്നൊരു പാട്ടുണ്ട്, കേറുണ്ടോ? അറിയോ? Can I see some hands? വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നെൻ ജീവനിലേറിയതാരോ കാറ്റിൽ കണ്ണിമതല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ ഒരു നാളും പിണങ്ങാതെ എന്നോടൊന്നും ഒളിക്കാതെ ഒരുമിച്ചു കിനാവുകൾ കാണുവതാരോ കള്ളങ്ങൾ പറഞ്ഞാലും നേരെന്താണെന്നറിഞ്ഞാലും നിഴലായി കൂടെ നടക്കുവതാരോ വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നെൻ ജീവനിലേറിയതാരോ കാറ്റിൽ കണ്ണിമറ്റല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ എന്നെ തല്ലേണ്ട ഞാൻ നന്നാവൂല മണ്ണിലടിയും വരെ ഞാൻ നന്നാവൂല നെഞ്ചിൽ തിരനല്ലു
Thank you so much. Okay, Nivin is going to do something for you guys. Nivin, please come. Can I ask you all to take out your mobile phones? എല്ലാവരും മൊബൈൽ ഫോൺ പുറത്തെടുക്കോ? ഒന്ന് പൊക്കി കാണിച്ചേ. ടോർച്ച് ഓൺ ചെയ്തേ. Can you all switch on the flashes? Absolutely. And now, Nivin, നമ്മളാ സാധനം പുളിക്കല്ലേ? Nivin is going live on Nivin Pauli's page. ഇത് ലൈവ് പോകാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഒരു രക്ഷയില്ല, അടിപൊളി, നിങ്ങൾ തകർത്ത്. Okay, everybody, lights up. This is going on the official Nivin Pauli page. All right. Can we hear the noise of Dubai? താങ്ക് യു കേട്ടോ, താങ്ക് യു. എന്താണ് പറയുക, എല്ലാവരുടെയും ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അടിപൊളിയാവട്ടെ. എന്താ കേട്ടില്ല? സെൽഫി ആണെങ്കിലോ ഓടുക്കാലോ. Thank you. Dubai! എന്താ പറയാ ഇതിന്? സത്യമായിട്ടും ശരിക്കും പറഞ്ഞ എന്റെ ജീവിതത്തില് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്രൗഡിന്റെ മുൻപിൽ ഞാൻ നിൽക്കുന്നത്. ഗ്ലോബൽ വില്ലേജില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2016 എൻഡ് ചെയ്യാൻ പോകുമ്പം ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടുള്ള ഏറ്റവും ബിഗസ്റ്റ് ക്രൗഡ് ആണ് നിങ്ങൾ. സത്യമായിട്ടും എത്ര നേരമായി നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരാള് പോലും ഇതുവരെ പോവാതെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിവിൻ പോളി എന്നുള്ള വ്യക്തിയുള്ള സ്നേഹം കൊണ്ടാണ്. നിമി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമുക്കേ നിവിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാം. നിവിൻ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിവിൻ ഈ ഒരു ക്രൗഡ് കണ്ടിട്ട് ഒരു വാക്ക് പറയാ, ഈദർ മരണമാസ് ഓർ കൊലമാസ്. What do you guys think? ഇത് രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ആയിട്ടേ ഒരു മരണ കൊലമാസായി പോയി. Thank you. ഇനിയിപ്പോ എന്തായാലും Nivin is going to be here. You guys can definitely continue watching the program. ഇനി കുറേ entertainment ഇവിടെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്.